നമുക്ക് ആ വേദികളിലേക്ക് പോകാം. പ്രധാന വേദിയിൽ നിന്ന് അനുവും ബിനിലും ചേരുന്നു. നിലയ്ക്കൽ നിന്ന് ആൽവിൻ തോമസും ചേരും. ആദ്യം പ്രധാന വേദിയിലെ കാഴ്ചകളിലേക്കാണ്. VS അനു ഉണ്ട്. അനു, എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായെന്നറിയാം. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ എല്ലാം പൂർത്തിയായ, പ്രതിനിധികളൊക്കെ അവിടെ രജിസ്ട്രേഷനൊക്കെ പൂർത്തിയായി, പലരും ഇരിപ്പിടങ്ങളിൽ ഇരിപ്പുണ്ട്. ഇനി ഉദ്ഘാടനത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. മുൻ നിശ്ചയിച്ച പ്രകാരം തന്നെയാണോ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്? സേതു, ആഗോള അയ്യപ്പ സംഗമത്തിന് വേണ്ടി പമ്പ തീരത്ത് സംഘടിപ്പിച്ച പ്രധാന വേദി തയ്യാറായി കഴിഞ്ഞു. നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ അല്പസമയം മുമ്പ് അയ്യപ്പ ഭക്തിഗാനങ്ങളുടെ ഒരു കൺസേർട്ട് ഇവിടെ നടക്കുകയുണ്ടായി. അതായത് രജിസ്ട്രേഷൻ നടപടികളൊക്കെ ഇവിടെ നടക്കുന്നു. നമുക്ക് കാണാം, ഇപ്പോൾ ഈ പ്രധാന വേദിയിലേക്ക് ആളുകൾ എത്തുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. രാവിലെ 6 മണി മുതൽ തന്നെ രജിസ്ട്രേഷൻ ആരംഭിച്ചു. പക്ഷേ ഒരു 7-8 മണിയോട് കൂടിയാണ് ആളുകൾ പൊതുവെ ഇവിടേക്ക് എത്തുന്നത്. ഏതായാലും ഇപ്പോൾ അയ്യപ്പ സംഗമത്തിന് വേണ്ടി പങ്കെടുക്കുന്നതിന് വേണ്ടി ആളുകൾ എത്തുന്നുണ്ട്. തമിഴ്നാട് മന്ത്രിമാരടക്കമുള്ളവർ ഇവിടെ എത്തി. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ, NSSന്റെ വൈസ് പ്രസിഡന്റ് സംഗീത് കുമാർ, അതുകൂടെ തന്നെ ഗോകുലം ഗോപാലൻ, അങ്ങനെ പ്രമുഖ സാമുദായിക നേതാക്കൾ, മത നേതാക്കളൊക്കെ ഇവിടേക്ക് എത്തുന്നുണ്ട്. ആളുകളും എത്തുന്നുണ്ട്. 15 വിദേശ രാജ്യങ്ങളിൽ നിന്ന് അടക്കം ഉള്ള പ്രതിനിധികൾ ഈ സംഗമത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് നമുക്ക് അതിൻ്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അത് ഇതൊരു പ്രത്യേകിച്ചൊരു തെരഞ്ഞെടുപ്പ് വർഷങ്ങളിലേക്ക് കടക്കുമ്പോൾ സർക്കാരിൻ്റെ ഒരു രാഷ്ട്രീയ നീക്കമായിട്ടാണ് പ്രതിപക്ഷം, പ്രത്യേകിച്ച് കോൺഗ്രസും BJPയും ഇതിനെ കാണുന്നത്. കാരണം ഇത്രയും കാലം ഇല്ലാത്ത അയ്യപ്പ സ്നേഹം എന്തുകൊണ്ട് ഉണ്ടായി എന്നുള്ള ചോദ്യമാണ് അവർ ചോദിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, സുപ്രീം കോടതി വിധിയുമായി ബന്ധപ്പെട്ടുണ്ടായ യുവതീ പ്രവേശന വിഷയത്തിലൊക്കെ എടുത്ത കേസുകൾ, ആ കേസുകൾ പിൻവലിക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ല. അത്തരം കാര്യങ്ങളാണ് ഇപ്പോൾ പന്തളം കൊട്ടാരമടക്കം ഉയർത്തിക്കാട്ടുന്നത്. മാത്രമല്ല, പന്തളം കൊട്ടാരത്തിലെ പ്രതിനിധി ഇത്തവണ ഈ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്നില്ല. അതിൻ്റെ കാരണം അവിടെ അവരുടെ കുടുംബാംഗം മരിച്ചതുമായി ബന്ധപ്പെട്ടാണ് അവർ അങ്ങനെ ഒരു ചടങ്ങിൽ പങ്കെടുക്കാതെ ഇരിക്കുന്നത് എന്നുള്ളതാണ് അവരുടെ വിശദീകരണം. ഏതായാലും അതൊരു രാഷ്ട്രീയ വിഷയമായി തന്നെ അയ്യപ്പ സംഗമം കേരളത്തിലെ ഏറ്റവും പ്രധാന ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പം ഇന്നലെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അടക്കമുള്ളവർ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ നടത്തുന്നു. പക്ഷേ മറ്റൊരു തരത്തിലാണ് സർക്കാരും ദേവസ്വം ബോർഡും ഈ വിഷയത്തെ കാണുന്നത്. പ്രത്യേകിച്ച് ശബരിമലയുടെ സമഗ്ര വികസനം, അതാണ് ഈ അയ്യപ്പ സംഗമം കൊണ്ട് ലക്ഷ്യമിടുന്നത്. കാരണം തത്വമസി എന്ന് പറയുന്ന ലോകത്തിന് തന്നെ മാതൃകയായ ഒരു സന്ദേശം, അത് ലോകത്തിലെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ദേവസ്വം ബോർഡ് വിഭാവനം ചെയ്യുന്നത്. യഥാർത്ഥം അയ്യപ്പ സംഗമം ഒരു ചരിത്ര നിമിഷമാക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ദേവസ്വം ബോർഡും സർക്കാരും നടത്തുന്നു. അല്പസമയത്തിനകം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ സംഗമം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും. സേതു, ഓക്കെ അനു, ഇപ്പോൾ CM അവിടേക്ക് എത്തിയിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ ഇപ്പോൾ നമ്മൾ കണ്ടു. CMന്റെ വാഹനം ആ വേദിക്ക് അടുത്തേക്ക് പോകുന്നു, അകത്തേക്ക് പോകുന്നു ഇപ്പോൾ കണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 9:30 മണിക്ക് തന്നെ ഉദ്ഘാടനമൊക്കെ നടക്കാനുള്ള സാധ്യതയാണ്. ബിനില് കൂടെ ഉണ്ട് പ്രധാന വേദിയിൽ നിന്ന്. ബിനിലെ, ഇനിയിപ്പോൾ അറിയേണ്ടത്, ഈ പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെയൊക്കെയും വിളിച്ചിരുന്നു. അതിൽ ഇപ്പോൾ കുറച്ചു മുൻപ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞത് അതിനൊക്കെ പിന്നിൽ, ഈ പല പ്രതിനിധികളും വരാത്തതിന് പിന്നിൽ, വിട്ടുനിൽക്കുന്നതിന് പിന്നിൽ രാഷ്ട്രീയമൊക്കെ ഉണ്ട് എന്നാണ്. അപ്പോൾ ആരൊക്കെ എത്തിയിട്ടുണ്ട് ഇതുവരെ? സേതു, നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാം എന്ന് വിചാരിക്കുന്നു. മുഖ്യമന്ത്രി പ്രധാന വേദിയിലേക്ക് വരികയാണ്. VIP എൻട്രി, ആ പ്രധാന വേദിയുടെ വലതുവശത്തോടുള്ള വഴിയാണ് അദ്ദേഹം വരുന്നത്. മുഖ്യമന്ത്രി വാഹനം അവിടെ കടന്നു വരുന്നുണ്ട്. അല്പസമയത്തുള്ളിൽ തന്നെ മുഖ്യമന്ത്രി പുറത്തേക്ക് ഇറങ്ങി വേദിയിലേക്ക് കയറും. അതിനുശേഷമായിരിക്കും ഉദ്ഘാടന ചടങ്ങുകളൊക്കെ നടക്കുകയും ചെയ്യുക. എന്തായാലും മുഖ്യമന്ത്രി ഇവിടേക്ക് എത്തിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി വാഹനം പ്രധാന വേദിയിലേക്ക് കടന്നു വരുന്നു. അതിനുശേഷം അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി പ്രധാന വേദിക്ക് പോയതിനു ശേഷമാകും ഉദ്ഘാടന ചടങ്ങുകൾ ഉണ്ടാവുക. എന്തായാലും നേരത്തെ തന്നെ മന്ത്രിമാരടക്കം ഇവിടേക്ക് വന്നിരുന്നു. ദേവസ്വം മന്ത്രി VN വാസവൻ, P പ്രസാദ്, വീണ ജോർജ്, സജി ചെറിയാൻ, റോഷി അഗസ്റ്റിൻ അടക്കമുള്ള മന്ത്രിമാർ ഇവിടേക്ക് നേരത്തെ തന്നെ എത്തിയിരുന്നു. അതോടൊപ്പം തന്നെ ക്ഷണിച്ച പ്രമുഖ വിശിഷ്ട വ്യക്തികളുമൊക്കെയും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. കൈതപ്രം അദ്ദേഹം നേരത്തെ ഇവിടേക്ക് വന്നിരുന്നു. അങ്ങനെ ജ്ഞാനമേഖല നമ്മൾ നേരത്തെ രാവിലെ പ്രതികരണം തേടിയിരുന്നു. അതായത് തമിഴ്നാട് IT മന്ത്രി എത്തിയിരുന്നു. പളനിവേൽ ത്യാഗരാജനാണ് എത്തിയത്. അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞ കാര്യം, ഇതിൽ
തമിഴ്നാട് മുഖ്യമന്ത്രി പങ്കെടുക്കാത്തത് മറ്റൊരു പരിപാടി ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം പങ്കെടുക്കാത്തത്, അല്ലെങ്കിൽ അദ്ദേഹം പങ്കെടുക്കുമായിരുന്നു എന്നാണ് പറഞ്ഞത്. എന്തായാലും മുഖ്യമന്ത്രി ഇപ്പോൾ വേദിയിലേക്ക് വരികയാണ്. ഒപ്പം SDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും ഒപ്പമുണ്ട്. നേരത്തെ വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിക്കുകയും ചെയ്തതാണ്. NSSന്റെ പ്രതിനിധിയും രാവിലെ ഇവിടേക്ക് എത്തിയിരുന്നു. NSS നേരത്തെ തന്നെ ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്തുണ അറിയിച്ചതാണ്. SDP ജനറൽ സെക്രട്ടറിയും അങ്ങനെ പിന്തുണ അറിയിച്ചിരുന്നു. അവർ രണ്ടുപേരും ഇവിടേക്ക് ഇപ്പോൾ പ്രധാന വേദിയിലേക്ക് എത്തുകയാണ്. അവർക്കൊപ്പം തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ഉണ്ട്. എന്തായാലും അല്പസമയത്തുള്ളിൽ തന്നെ ഉദ്ഘാടന ചടങ്ങുകൾ തുടങ്ങും. മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യുക. മുഖ്യമന്ത്രി ഇപ്പോൾ പ്രധാന വേദിയിലേക്ക് വരികയാണ്. സേതു. ഓക്കെ, അപ്പോൾ മുഖ്യമന്ത്രി ഇതേ അവിടേക്ക് എത്തിക്കഴിഞ്ഞു. ആ തത്സമയ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത്. ഇന്നലെ തന്നെ മുഖ്യമന്ത്രി അവിടെ പമ്പയിൽ എത്തിയിരുന്നു. അദ്ദേഹം ഇന്ന് അവിടെ നിന്നാണ് പ്രധാന വേദിയിലേക്ക് എത്തുന്നതും. അപ്പോൾ ഇനി 9:30 മണിക്കാണ് നിലവിൽ പറഞ്ഞിരുന്നത് ഉദ്ഘാടനം. 9:30 മണിയായി. അദ്ദേഹം ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു അല്ലേ പിന്നിൽ അങ്ങനെ തന്നെ അല്ലേ, ഇനിയിപ്പം നേരെ അദ്ദേഹം ഈ പ്രധാന വേദിയിലേക്ക് വരും, ചടങ്ങുകൾ തുടങ്ങും അല്ലേ? പ്രാർത്ഥന കൈതപ്രമാണ്. ഓക്കെ, ബിനിലേക്ക് വരാം. ബിനിലും ആൽവിനും തുടരുന്നുണ്ട്. അനു, ഈ മുഖ്യമന്ത്രി എത്തി, അദ്ദേഹം ഇനിയിപ്പം ആ വേദിയിലേക്ക് വരും. അദ്ദേഹത്തിനോടൊപ്പം തന്നെ വെള്ളാപ്പള്ളി നടേശനെ ഒക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അപ്പോൾ ഇനിയിപ്പോൾ ഇവർ വരുന്നു, ഈ ഉദ്ഘാടന ചടങ്ങ് ആരംഭിക്കുന്നു. അതിന് മുൻപ് എന്തെങ്കിലും പരിപാടി ഉണ്ടോ? അനു, കേൾക്കാമോ? അനുവിലേക്കും ബിനിലേക്കും മടങ്ങിയത് രണ്ടുപേരും ആ പ്രധാന വേദിയിൽ തന്നെയുണ്ട്. റേഞ്ചിൻ്റെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം കാണും, കാരണം ഇത്രയും പ്രതിനിധികളും ആളുകളൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഒരു വശത്ത് കാണുന്നത് രണ്ടും തത്സമയ ദൃശ്യങ്ങളാണ്. ഒന്ന്, മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ വേദിയിലേക്ക് വരുന്നു, ആ ഹാളിലേക്ക്, മെയിൻ വേദിയിലേക്ക് വരുന്നു. മറ്റൊന്ന്, ആ വേദിയിലെ നിലവിലെ ഒരുക്കങ്ങളൊക്കെയാണ്. അനു, കേൾക്കാമെങ്കിൽ ഞാൻ ചോദിച്ചത്, ഇപ്പം ഈ മുഖ്യമന്ത്രി വേദിയിലേക്ക് ഇനി എത്തി ഉദ്ഘാടന ചടങ്ങിലേക്ക് ഡയറക്റ്റ് കടക്കുകയാണോ, അതോ അതിന് മുൻപ് എന്തെങ്കിലും പരിപാടി എന്തെങ്കിലും ഉണ്ടോ അവിടെ? സമയത്തിനകം തന്നെ പ്രധാന വേദിയിലേക്ക് എത്തും. അദ്ദേഹം പുറത്ത് എത്തിക്കഴിഞ്ഞു. അതിനുശേഷം അദ്ദേഹം മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരുമായി പ്രധാന വേദിയിലേക്ക് എത്തും. അവിടെയാണ് ഉദ്ഘാടന ചടങ്ങ് നടക്കുന്നത്. വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെയുള്ള ഉണ്ട്, അദ്ദേഹത്തിനൊപ്പമാണ്. ശരി അനു, അപ്പൊ ഉദ്ഘാടന ചടങ്ങൊക്കെ തുടങ്ങുന്ന മുറയ്ക്ക് ഞാൻ വീണ്ടും പ്രധാന വേദിയിലേക്ക് വരാം. ആൽവിനിലേക്ക് കൂടി പോവുകയാണ്. ആൽവിൻ, ഇപ്പോൾ സംഗമം ഉടൻ തന്നെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന അറിയുന്നു. ഇനിയിപ്പോൾ അറിയേണ്ട ഒരു കാര്യം, ഇപ്പോൾ പ്രതിപക്ഷം ആവർത്തിക്കുന്ന ഒരു കാര്യമുണ്ട് ആൽവിൻ, അതായത് ഇപ്പോൾ നടക്കുന്നതൊക്കെയും രാഷ്ട്രീയത്തിന് വേണ്ടിയാണ്. ഇതൊരു അയ്യപ്പ സംഗമം നടത്തുന്നത് തന്നെ സർക്കാർ ഒരു പരിഹാരക്രിയ ലക്ഷ്യമിട്ടുകൊണ്ടാണ് എന്നൊക്കെയാണ് പ്രതിപക്ഷം പറയുന്നത്. അപ്പോൾ ഇനി ഈ വിവാദങ്ങൾക്കുള്ള അടിസ്ഥാനം അത് എങ്ങനെയാണ്? നിലയ്ക്കലിലെ കാഴ്ചകൾ എന്താണ്? സേതുലക്ഷ്മി, നിലയ്ക്കൽ നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഏതാണ്ട് പുലർച്ചെ മുതൽ തന്നെ ഇങ്ങോട്ട് ഈ സംഗമത്തിനുള്ള പ്രതിനിധികൾ എത്തിത്തുടങ്ങിയിരുന്നു. ഏതാണ്ട് 5:30 മണിയോടുകൂടി തന്നെ രാവിലെ നിലയ്ക്കൽ കടന്നുകൊണ്ടാണ് പമ്പയിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. ഏതാണ്ട് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് ഏതാണ്ട് 1300ഓളം പ്രതിനിധികളാണ് ഇപ്പോൾ ഉള്ളിലേക്ക് ഇതുവഴി പാസ് മുഖാന്തരം കടന്നു പോയിട്ടുള്ളത് എന്നുള്ളതാണ് അറിയുന്നത്. നേരത്തെ രജിസ്റ്റർ ചെയ്തവരുണ്ട്, കൂടാതെ പാസ് നൽകി ഇവിടെ നിന്ന് കടത്തി വിടുന്നവരുണ്ട്. അവർക്ക് ഏതാണ്ട് 1300ഓളം ആളുകൾ ഇവിടെ നിന്ന് കടന്നു പോയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് തന്നെ ലഭിക്കുന്ന കണക്കുകൾ. ഇവിടെ വോളണ്ടിയർമാരടക്കം പോലീസ് സംവിധാനങ്ങളടക്കം വളരെ കാര്യക്ഷമമായി പ്രവർത്തിച്ചുകൊണ്ടാണ് ഇവരെ ഉള്ളിലേക്ക് കടത്തിവിടുന്നത്. വിവിധ നേതാക്കളടക്കമുള്ള ആളുകൾ വിവിധ സ്ഥലങ്ങളിൽ നിന്നും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ആളുകൾ ഇതുവഴി കടന്നു പോയിരുന്നു. തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകളൊക്കെ, പ്രതിനിധികളായിട്ടുള്ള ആളുകളൊക്കെ രാവിലെ തന്നെ പുലർച്ചെ തന്നെ ഇവിടെ നിലയ്ക്കൽ കടന്ന ഉള്ളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഏതായാലും വിവിധ നേതാക്കൾ ഈ പ്രദേശത്തേക്ക് എത്തുന്നു, അവർ ഉള്ളിലേക്ക് കടന്നു പോകുന്നു. ഇപ്പോൾ ഏതാണ്ട് 9:30 മണിയോടുകൂടി രജിസ്ട്രേഷൻ നടപടികൾ അവസാനിക്കുമെന്നുള്ളതാണ് നേരത്തെ അറിയിച്ചിരുന്നത്. ഒരു പക്ഷേ അതൊരു 10 മണി വരെ നീണ്ടുപോയേക്കാം. ഉദ്ഘാടന സമ്മേളനം നടക്കുന്നതിന് തൊട്ട് മുമ്പായി തന്നെ ഈ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിക്കും. അതിനുള്ള സാഹചര്യങ്ങളാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലയ്ക്കലിലെ ഇപ്പോൾ തിരക്ക് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആളുകൾ അങ്ങോട്ടേക്ക് പൂർണ്ണമായും ഏതാണ്ട് ഒരു പക്ഷേ കടന്നു പോയിട്ടുണ്ടാകണമെന്നുള്ളതാണ് നമുക്ക് അനുമാനിക്കാൻ. ഈ സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ടതായിട്ടുള്ള ആളുകൾ, പ്രതിനിധികളായിട്ടുള്ള ആളുകൾ, അവർ ഉള്ളിലേക്ക് പോയിട്ടുണ്ട് എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. അതോടൊപ്പം തന്നെ അയ്യപ്പ സന്നിധിയിൽ വന്ന അല്ലെങ്കിൽ ദർശനത്തിനായി വരുന്ന ഭക്തർക്ക് അവർക്ക് കൃത്യമായി സുഗമമായി അവർക്ക് ഈ മറ്റൊരു വഴിയെ കൂടി പിന്നെ പോകാനുള്ള സാഹചര്യം പോലീസ് ഒരുക്കുന്നുണ്ട്. ഇടതുവശത്ത് മുഖ്യമന്ത്രിക്കൊപ്പം വെള്ളാപ്പള്ളി നടേശനും കൂടി രണ്ടുപേരും ഒരു കാറിലാണ് വന്ന് ഇപ്പം പ്രധാന വേദിയിലേക്ക് എത്തിയത്. ഈ NSSന്റെ ആരെങ്കിലും വന്നിട്ടുണ്ടോ?